വെൽക്കം ബാക്ക് ടു എഡ്യൂവാലെ 2.0. നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫൈനൽ എക്സാമിന് മുന്നേ ആയിട്ട് 2 വീഡിയോസാണ് ഇപ്പോൾ ഫ്രഷ് ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തത്. ഒരെണ്ണം ചാപ്റ്റർ വൈസിൽ ഏതൊക്കെ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളതും, ഒരെണ്ണം പാർട്ട് 1 6 പാഠങ്ങളും 6 പാഠങ്ങൾ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം അതൊക്കെയായിരുന്നു ഫസ്റ്റ് പാർട്ട്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ബാക്കിയുള്ള 5 പാഠങ്ങളും അതിൽ നിന്നുള്ള ഷുവർ ക്വസ്റ്റ്യനും. അപ്പോൾ മൊത്തം ഇപ്പോൾ 2 പാർട്ടും കൂടി നമുക്ക് 11 ചാപ്റ്ററും ഓരോ പാഠത്തിൽ നിന്ന് ഷുവർ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിയും കേട്ടോ. അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫൈനൽ ഡിസ്കഷൻ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസ് മിസ് പറഞ്ഞ പോർഷൻസൊക്കെ നല്ല രീതിയിൽ പഠിക്കാം. ഓരോ ചാപ്റ്റർ ബേസിലും നമ്മൾ പറയുന്നത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഫൈനൽ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചെടുക്കാനും മറക്കരുത്. ഓക്കെ, ചാപ്റ്റർ 2 ആണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ 1 നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തിരുന്നു. കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ഓരോന്ന് പോയി കാണാം കേട്ടോ. ചാപ്റ്റർ 2 അറേസ് ആണ്. അറേസിൽ നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, 5 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 10 മാർക്ക്, 9 മാർക്ക്, 8 മാർക്ക്, 8, 9, 10 ആ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സാണ് ഫസ്റ്റ് പാർട്ടിൽ നോക്കിയിരുന്നത്. സെക്കൻഡ് ചാപ്റ്ററിൽ 5, 6 ആ റേഞ്ചുള്ള ചാപ്റ്റേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പഠിക്കേണ്ടത് എന്താണ് അറേ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം പഠിക്കണം. അറേ എന്ന് വെച്ചാൽ എന്താണ്? കളക്ഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് സെയിം ടൈപ്പ് അല്ലേ, നല്ല ഒരേ ടൈപ്പുള്ള ആൾക്കാരെ നമ്മൾ ഒരുമിച്ചൊരു ഗ്രൂപ്പാക്കി കളക്ട് ചെയ്തിട്ട് മെമ്മറിയിൽ ലൊക്കേറ്റ് ചെയ്യുക. ആ ലൊക്കേറ്റ് ചെയ്യാൻ നമ്മൾ അറേ എന്ന് പറയാം. അത് നമുക്ക് ഈച്ച് എലമെൻറ്റിന് ഓരോ അറേ ഉണ്ട്, അതിന് പൊസിഷൻ ഉണ്ട്, അത് നമ്മൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാമെന്ന് പഠിക്കണം. അതായത് ഇപ്പോൾ ഇൻറ്റ് n ബ്രാക്കറ്റിൽ 10 അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ 10, അപ്പോൾ അതിൻ്റെ ഒക്കെ അളവുകളാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതേപോലെ അറേയും അറേ ഡിക്ലറേഷനും പഠിക്കണം. ദെൻ രണ്ടാമത്തേതാണ് C++ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റോർ ദി സ്ട്രിങ് വെൽക്കം ഇൻ ദ അറേ. നമ്മൾ അറേയിൽ എങ്ങനെയാണ് സ്ട്രിങ് വാല്യൂ ആയ വെൽക്കം എന്ന് പറഞ്ഞ ആ ഒരു കണ്ടൻറ്റ് സ്റ്റോർ ചെയ്യുന്നത്, അതിൻ്റെ ഒരു C++ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ് വെച്ചെങ്കിൽ നമ്മൾക്ക് C++ പ്രോഗ്രാമുകളുണ്ട്, സം നമ്പേഴ്സ് കാണാൻ, അതേപോലെ തന്നെ സം ഓഫ് നമ്പേഴ്സ്, 10 നമ്പേഴ്സിനെ അറേയൊക്കെ കാണാനുള്ള കുറേ പ്രോഗ്രാംസുകളുണ്ട്. അതൊന്നും നിങ്ങൾ വായിച്ചു പോകുക കേട്ടോ. ദെൻ ടോട്ടൽ ബൈറ്റ്സ് ഓഫ് ഇൻ അറേ, ഒരു അറേയിലെ ബൈറ്റ്സുകൾ എത്രയുണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതിനായിട്ട് സൈസ് ഓഫ് ഡാറ്റ ടൈപ്പ്, അതായത് ഇൻറ്റു സൈസ് ഓഫ് അറേ, അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാറ്. ഡാറ്റ ടൈപ്പിൻ്റെ സൈസും അതുപോലെ അറേയുടെ സൈസും വെച്ചിട്ട് ഇൻറ്റു ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാനായിട്ട് വരാറുണ്ട്. മെയിനായിട്ട് ഈ 3 ടോപ്പിക്ക് അറേയാണ് മെയിനായിട്ട് എന്താണെന്ന് പഠിക്കേണ്ടതുള്ളൂ കേട്ടോ ഈ ചാപ്റ്ററിൽ നിന്ന്. ദെൻ പിന്നത്തെ ചാപ്റ്ററാണ് ചാപ്റ്റർ 6. അവിടെ നമുക്ക് 6 മാർക്കിൻ്റെ വെയിറ്റേജസ് ആണ് കാണാൻ സാധിക്കാം. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് യൂസിങ് ജാവ. നമ്മൾ ജാവ സ്ക്രിപ്റ്റിനെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള മെയിൻ ടോപ്പിക് ആദ്യമായിട്ട് തന്നെ എന്താണ്, കുറച്ച് ജാവയിൽ നമ്മൾ കണ്ടുവരുന്ന ജാവ സ്ക്രിപ്റ്റിൽ വരുന്ന കുറച്ച് കോമൺ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്, ഡാറ്റ ടൈപ്സുകൾ, ഓപ്പറേറ്റേഴ്സ്, അതൊക്കെ പഠിക്കണം. ഒന്നും പറ്റില്ല ഹെഡിങ് എങ്കിലും പഠിച്ചു വയ്ക്കുക കേട്ടോ. അതായത് എന്താണ് ജാവ സ്ക്രിപ്റ്റും അതിൽ തന്നെ കോമൺ ജാവ സ്ക്രിപ്റ്റിൻ്റെ ഈവൻസ് ഏതൊക്കെയാണെന്നൊക്കെ പഠിക്കണം. അപ്പോൾ ഡാറ്റ ടൈപ്പുകൾ ഏതൊക്കെയാണ്? നമ്പർ ഉണ്ട്, സ്ട്രിങ് ഉണ്ട്, ബൂളിയൻ ഉണ്ട്. ബൂളിയൻ ഡാറ്റ ടൈപ്പ് നല്ലപോലെ പഠിക്കണം കേട്ടോ. പിന്നീട് വേരിയബിൾസ് ഉണ്ട്, അത് വേരിയബിൾസ് ഒക്കെ നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കി പോവുക. ദെൻ കൺട്രോൾ സ്ട്രക്ചർ എങ്ങനെയാണ്, ബിൽറ്റിംഗ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ വരാം അലേർട്ട് ഉണ്ട്, ഈസ്നാൻ ഉണ്ട്, ടു അപ്പർ കേസ് ഉണ്ട്, ടു ലോവർ കേസ് ഉണ്ട്, ചാർ ഉണ്ട്, ലെങ്ത് പ്രോപ്പർട്ടി ഉണ്ട്, നമ്പർ ഉണ്ട്, നമ്പർ ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു 3-4 നിങ്ങളവിടെ പഠിച്ചിരിക്കാം. ഓക്കെ, ദെൻ പിന്നീട് നമ്മൾ എങ്ങനെയാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ ആഡിങ് സ്ക്രിപ്റ്റിംഗ് HTML പേജ്, എങ്ങനെയാണ് HTML പേജിൽ നമുക്ക് സ്ക്രിപ്റ്റുകൾ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ 3 മെത്തേഡുകളാണ് ഉണ്ട് നമുക്ക്. 3 മെത്തേഡുകളുണ്ട്. ഇൻസൈഡ് സെക്ഷൻ ഇൻ HTML, ഇൻസൈഡ് ഹെഡ് സെക്ഷൻ ആൻഡ് എക്സ്റ്റേണൽ ജാവ സ്ക്രിപ്റ്റ് ഫയൽ. അതായത് നമുക്ക് ബോഡി ടാഗിൻ്റെ ഉള്ളിൽ ടാഗ് ചെയ്ത് കൊടുക്കാം സ്ക്രിപ്റ്റുകൾ. അതല്ല എങ്കിൽ നമുക്ക് ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കാം. ഇനി അതല്ല എങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റ് ടൈപ്പ് പറഞ്ഞിട്ട് അതിൻ്റെ എക്സ്റ്റേണലി നമുക്ക് ജാവ സ്ക്രിപ്റ്റ് ഫയലിനെ ആഡ് ചെയ്യാം. അത് ഒരു സ്ക്രിപ്റ്റ് ടാഗ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ 3 ടാഗുകളെയും കുറിച്ച് പഠിക്കണം. ഇതാണ് 3 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറ്. ദെൻ കുറച്ച് ജാവ സ്ക്രിപ്റ്റിൻ്റെ ഈവൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് ഈവൻസ് ഓൺ ക്ലിക്ക് ഉണ്ട്, മൗസ് എൻറ്റർ ഉണ്ട്, ദെൻ മൗസ് ലീവ്, കീ ഡൗൺ, കീ അപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും ഭാഗമാണ് സ്ക്രിപ്റ്റ് ലാംഗ്വേജിൽ ജാവ സ്ക്രിപ്റ്റിൽ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ പിന്നീടാണ് ചാപ്റ്റർ 7 വെബ് ഹോസ്റ്റിംഗ് ആണ്. ഇവിടെ നമുക്ക് 4 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. ഇവിടെ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത് വെബ് ഹോസ്റ്റിംഗ് എന്താണ്, അതിന് കുറച്ച് ടൈപ്പുകൾ. എന്താണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് വെച്ചാൽ
ഒരു സർവീസ് പ്രൊവൈഡിങ് സ്റ്റോറേജ് സ്പേസ് ഇൻ സെർവർ ഫയൽസ് ഓർ വെബ്സൈറ്റിൽ നമ്മൾ സ്റ്റോർ ചെയ്തെടുത്ത് വെക്കാനുള്ള ഒരു സർവീസസിനെയാണ് വെബ് ഹോസ്റ്റിംഗ് നമ്മൾ വിളിക്കുന്നത്. വെബ് ഹോസ്റ്റിംഗ് 3 എണ്ണാണുള്ളത്. ഷെയർഡ് ഉണ്ട്, ഡെഡിക്കേറ്റഡ് ഉണ്ട്, വെർച്വൽ ഉണ്ട്. അത് 3ഉം എന്താണെന്ന് പഠിക്കണം. ദെൻ എന്താണ് CMS എന്താണെന്ന് നമുക്ക് ഇങ്ങനെ ചോദിക്കുള്ളൂ. CMS എന്താണെന്ന് മാത്രമേ ചോദിക്കുള്ളൂ. അതിൻ്റെ ഫുൾ ഫോം ചിലപ്പോൾ നമുക്ക് അറിയണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് CMS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് ഫുൾ ഫോം കേട്ടോ. കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഇതാണ് CMSൻ്റെ ഫുൾ ഫോം. CMS എന്ന് വെച്ചാൽ എന്താണ്? ഇതൊരു വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. അവർക്ക് ക്രിയേറ്റ് ചെയ്യാനും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പബ്ലിഷ് ചെയ്യാനും എല്ലാം യൂസ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ CMS എന്ന് പറയുന്നത്. ഡിസൈൻ ചെയ്യാം, അട്രാക്റ്റീവ് വെബ്സൈറ്റുകൾ മാനേജ് ചെയ്യാം. ദെൻ കുറച്ച് സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ പഠിക്കുക. ജൂംല, വേർഡ് പ്രസ് ഒക്കെ അതിൻ്റെ കുറച്ച് സിസ്റ്റം CMSൻ്റെ സോഫ്റ്റ്വെയറുകളാണ്. ദെൻ FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എന്താണ് 2 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളിത് പഠിച്ചിരിക്കണം. എന്താണ് FTP? ഇതൊരു ഫയൽ ട്രാൻസ്ഫർ ഫയലാണ്. 1 കമ്പ്യൂട്ടർ ടു അനദർ ഓൺ ഇൻ്റർനെറ്റ്, അല്ലെ നമുക്ക് ഇൻ്റർനെറ്റ് വഴി ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അത് എക്സാമ്പിൾസ് കുറച്ച് പഠിക്കാം. ഫൈൽസില്ല, ക്യൂട്ട് FTP, സ്മാർട്ട് FTPക്ക് എക്സാമ്പിൾ ആണ് കേട്ടോ. ദെൻ ഫ്രീ ഹോസ്റ്റിംഗ് എന്താണ്? അഗെയിൻ 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ഓഫ് ചാർജിൽ നമുക്ക് വെബ് ഹോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യാം. അതായത് ചാർജും ഫീസും ഒന്നും ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഫയലുകളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അത് അഡ്വർടൈസ്മെൻറ്റ് സ്റ്റോർ ചെയ്യാനായിട്ട്, എക്സ്പെൻസസിലൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ കുഞ്ഞു ഫയൽസ് മാത്രമേ നമുക്ക് ഫ്രീ ഹോസ്റ്റിംഗ് വഴി പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ നെയിമൊക്കെ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു 3-4 സെൻറ്റൻസ് അവിടെ പഠിക്കാം. ഇത്രയാണ് വെബ് ഹോസ്റ്റിംഗിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത് കേട്ടോ. ദെൻ ചാപ്റ്റർ 10 ആണ് പിന്നത്തത്. നമുക്ക് 4 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് അവിടെ ഉള്ളത്. എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, ERP എന്ന് വേണമെങ്കിൽ പറയാം. ERPയുടെ ചാപ്റ്റർ ആണ്. ഇവിടെ നമുക്ക് 4 മാർക്കിൻ്റെ, ഇവിടെ നമുക്കൊരു 3-4 പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. എന്താണ് ERPയുടെ ഫുൾ ഫോം നിങ്ങൾ ആദ്യം പറയാം. എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് ആണ് ERP. ദെൻ അതെന്താണെന്ന് ചോദിക്കാറുണ്ട് 2 മാർക്കിന്. അപ്പോൾ എന്താണ്? ഇതൊരു കമ്പനി ഇൻ്റഗ്രേറ്റഡ് സെൻട്രൽ ഡാറ്റാബേസ് ആണ്. ഒരു കമ്പനിയിൽ ഡാറ്റാബേസ് പോലെ യൂസ് ചെയ്യുന്നതാണ്, ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ 3 ബെനിഫിറ്റ്സുകൾ പഠിക്കണം. എന്തെങ്കിലും 2-3 ബെനിഫിറ്റ്സുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതായത് റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നു, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും, അക്യുറേറ്റ് ഇൻഫോർമേഷൻ കിട്ടും, ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കും, ഇൻഫോർമേഷൻ ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരിക്കും. ഒക്കെ എക്സാമ്പിളാണ്, ബെനിഫിറ്റ്സ് ആണ്. എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഒറാക്കിൾ, സാപ്പ്, ഉഡോ, ടാലി, മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ് എല്ലാം അതിൻ്റെ എക്സാമ്പിളാണ്. ടാലി ERP ആണ് ഏറ്റവും നിങ്ങൾക്കെല്ലാം അറിയേണ്ടത്. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ടാലി ERP ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സാപ്പ്, നിങ്ങൾ ഇതിൻ്റെ കോഴ്സുകൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ എക്സാമ്പിളാണ്, ERPയുടെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ദെൻ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ERPയുടെ ഏതെങ്കിലും ഫങ്ഷണൽ യൂണിറ്റ്സ്, അത് വേണമെങ്കിൽ ഫിനാൻഷ്യൽ മൊഡ്യൂള്, മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ, HR, ഇൻവെൻട്രി, പർച്ചേസിങ്, മാർക്കറ്റിംഗ്, സെയിൽസ്, ഡിസ്ട്രിബ്യൂഷൻ എല്ലാം വരും. അപ്പോൾ ഏതെങ്കിലും ഒരു 3-4 എണ്ണം പഠിച്ചു വയ്ക്കുക. ഫങ്ഷണൽ യൂണിറ്റ്സ് ഒരു ഓർഗനൈസേഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടുത്തെ എല്ലാ ഭാഗങ്ങളും ഉണ്ടായിരിക്കണം. അങ്ങനെ ചിന്തിച്ചാൽ മതിയാവും കേട്ടോ. ദെൻ ചാപ്റ്റർ 11 ആണ് ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT, അതായത് ലാസ്റ്റ് ചാപ്റ്റർ. ഇവിടെ നമ്മൾ കൂടുതലും ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് ആണ്. സൈബർ ക്രൈംസിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ഇൻഡിവിജ്വൽ തെഫ്റ്റുകൾ, ഹരാസ്മെൻറ്റ്, വയലേഷൻ ഓഫ് പ്രൈവസി, ഒബ്സെൻസ് മെറ്റീരിയൽസ് ആയിട്ടുള്ള അങ്ങനെയുള്ള കുറച്ച് സൈബർ ക്രൈംസുകളെ കുറിച്ച് പഠിക്കുക. അതേപോലെ തന്നെ സൈബർ ക്രൈംസിൻ്റെ എതിരായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുകൾ, അതേപോലെ ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്, കുറച്ച് പ്രോപ്പർട്ടിക്ക് എതിരായിട്ട് നമുക്ക് വരാവുന്നതും പഠിക്കണം. ഇൻഡിവിജ്വൽസിനുള്ളതും പഠിക്കണം. ഇൻഡിവിജ്വൽസിൽ നമ്മൾ പിന്നെ ഹരാസ്മെൻറ്റ് നടത്തുക, അതുപോലെ സൈബർ ക്രൈംസുകൾ യൂസ് ചെയ്യുക. പിന്നെ പ്രോപ്പർട്ടിക്ക് എതിരാണ് നമ്മുടെ സൈബർ ക്രൈംസ് എങ്കിൽ IPR ആണ്. അതേപോലെ ക്രെഡിറ്റ് കാർഡുകളെല്ലാം ഹാക്ക് ചെയ്യുക, ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്, അതേപോലത്തെ ഇൻ്റർനെറ്റ് ടൈം തെഫ്റ്റ്, നമ്മൾ ഇൻ്റർനെറ്റ് കംപ്ലീറ്റ്ലി ഹാക്ക് ചെയ്തിട്ട് നെറ്റ് യൂസ് ചെയ്യുക. അതൊക്കെയാണ് പ്രോപ്പർട്ടിക്കെതിരായുള്ള സൈബർ ക്രൈംസുകൾ. ഇവിടെ 2-3 ടേമുകൾ നിങ്ങൾ പഠിക്കണം. ഇൻഫോമാനിയ എന്താണ്, അതേപോലെ തന്നെ ഇൻഫ്രിഗ്മെൻറ്റ് എന്താണ്, സ്പെല്ലിങ് കറക്റ്റായിട്ട് നോക്കുക കേട്ടോ. ഇൻഫോമാനിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മോഡേൺ സോഴ്സസ് യൂസ് ചെയ്തിട്ട്, ഇൻ്റർനെറ്റ്, ഇമെയിൽ, സോഷ്യൽ മീഡിയ, വാട്സപ്പൊക്കെ യൂസ് ചെയ്തിട്ട് കുറേ നോളജ് അക്വയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഇൻഫോമാനിയ. ഇത് യൂസ് ചെയ്യുമ്പോൾ അത് ഡെയിലി നമ്മൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റേതായ കുറച്ച് ടയേർഡ്നെസ് ഒക്കെ വരും. അതായത്
നമുക്ക് കൂടുതലും വാട്സപ്പ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ മീഡിയ, സോഷ്യൽ മീഡിയ, ഇമെയിൽ, ഇൻ്റർനെറ്റ് ഒക്കെ നല്ല രീതിയിൽ നോളജ് കിട്ടാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ടയേർഡ് വരും. അത് ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ കൊടുക്കുക ഇൻ്റർനെറ്റിനാണ്. ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത് അതാണ് ഇൻഫോമാനിയ എന്ന് പറയും. ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടി കംപ്ലീറ്റ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുക. ദെൻ ഇൻഫ്രിഞ്ച്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയലേഷൻ എന്നാണ് മീനിങ്. അതായത് പ്രൈവസി, ട്രേഡ് മാർക്ക്, കോപ്പി റൈറ്റുകൾ, പാറ്റൻ്റ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് അൺഓതറൈസ്ഡ് ആൾക്കാർ വരുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നതിനെയാണ്, തടഞ്ഞു വെക്കാം. ബാക്കിയുള്ളവർ ഇപ്പോൾ നമ്മുടെ ട്രേഡ് മാർക്ക് യൂസ് ചെയ്യണമെങ്കിൽ ട്രേഡ് മാർക്ക് നമ്മൾ പ്രിവെൻറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ആവശ്യമുള്ളവർ മാത്രം യൂസ് ചെയ്താൽ മതി എന്ന് പ്രിവെൻറ്റ് ചെയ്ത് വെക്കുമ്പോൾ അത് കോപ്പി റൈറ്റ് അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻ്റ് ആയി. ദെൻ പൈറസി എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ വേറൊരാൾ നമ്മളെ അൺഓതറൈസ് ആയിട്ട് കടന്നു വരിക. അതെന്താണ്? പൈറസിയാണ്. പാറ്റന്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ അൺഓതറൈസ്ഡ് ഇന്റർനാഷണൽ പാറ്റന്റുകൾ അസെറ്റാണ് അല്ലേ, അതിനെതിരെ നോക്കുമ്പോൾ പാറ്റന്റ് ഇൻഫ്രിഗ്മെന്റ് ആയി. അപ്പോൾ എന്താണ് ഇൻഫ്രിഗ്മെന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. ദെൻ GPS, MMS, SMS ഇതിൻ്റെ ഫുൾ ഫോം. GPS എന്ന് പറയുന്നത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്, അതെന്താണെന്ന് പഠിച്ചിരിക്കാം. അതേപോലെ MMS എന്ന് പറയുന്നത് മൾട്ടിമീഡിയ മെസ്സേജിങ് സർവീസസ് ആണ്. ദെൻ SMS എന്ന് പറഞ്ഞാൽ ഷോർട്ട് മെസ്സേജ് സർവീസസ് ആണ്. ഫുൾ ഫോമുകൾ പഠിച്ചിരിക്കുക കേട്ടോ. ഇത്രയാണ് 11ാമത്തെ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത്. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും മിസ് 2 പാർട്ടായിട്ട് ഇട്ടത്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ നല്ലപോലെ ആദ്യം പഠിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ്, കാരണം അതിൽ നിന്നാണ് ഒരുപാട് വെയിറ്റേജ് ഉള്ളത്. ഈ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ വെയിറ്റേജ് കുറവുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ പഠിക്കാത്തവരുണ്ടെങ്കിൽ ചാപ്റ്റർ വൈസ് പഠിക്കുന്നവരാണല്ലോ നിങ്ങൾ കൂടുതലും. അപ്പോൾ ചാപ്റ്റർ വൈസ് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് 2 പാർട്ടായിട്ട് വീഡിയോ ചെയ്തത്. എല്ലാവരും എത്രയും വേഗം സമയം കളയാതെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.